ഈ എക്സോർസിസം എന്ന് പറയുന്നത് ഈ മതപരമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അടുത്ത കാലത്ത് ഇതിന് വളരെയധികം പോപ്പുലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ഒരു പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റ് തന്നെ ഈ അടുത്ത കാലത്ത് എന്നോട് ചോദിക്കുകയുണ്ടായി, ഈ എക്സോർസിസം എങ്ങനെ പഠിക്കാം, എനിക്കും അത് ചെയ്താൽ കൊള്ളാം. അപ്പോൾ അത്രയ്ക്ക് ഇപ്പോൾ അത് ഈ മീഡിയ എല്ലാം കൂടെ ഹൈലൈറ്റ് ചെയ്തതിന് വളരെയധികം പോപ്പുലാരിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ പൊസഷൻ എന്താണ്, ഇതിന് സൈക്കോളജിയിൽ അല്ലെങ്കിൽ സൈക്യാട്രിയിൽ പൊസഷൻ സിൻഡ്രോം എന്നാണ് പറയുന്നത്. ഇത് ഹിസ്റ്റീരിയയുടെ ഒരു വകഭേദമായിട്ടാണ് സൈക്കോളജി കാണുന്നത്. അതിൽ പാരാനോർമലായിട്ട് ഒന്നുമില്ല എന്നാണ് സൈക്കോളജിക്കാരുടെയും സൈക്യാട്രിക്കാരുടെയും അഭിപ്രായം. അതായത് ഒരാൾക്കൊരു വൈകാരികമായിട്ടൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അയാൾ വേറൊരാളായിട്ട് അറിയാതെ അഭിനയിക്കും. ഇത് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അത് ഒരു സിൻഡ്രോം ആകുന്നില്ല. ഇത് അയാൾ സ്വയം അറിയാതെ അയാൾ മരിച്ചുപോയ ഒരു വ്യക്തി അയാൾക്ക് അറിയാവുന്ന മരിച്ചുപോയ ഒരു വ്യക്തിയായിട്ടോ അയാൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു പ്രേതമായിട്ടോ ഒക്കെ അഭിനയിക്കും. ഇത് അയാളുടെ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. ഇതിന് സൈക്കോളജിക്കൽ മെത്തേഡ്സിൽ കൂടെ ഇയാളുടെ ഈ പ്രശ്നത്തിൻ്റെ കാരണം മനസ്സിലാവുകയും പരിഹരിക്കുകയും ചെയ്യുമ്പോൾ ഈ പ്രശ്നം മാറും എന്നുള്ളതാണ് സൈക്കോളജിക്കൽ വ്യൂ. പക്ഷേ സൈക്കോളജിക്കൽ വ്യൂവിൽ ചെറിയ ഒരു വ്യത്യാസമുണ്ട്. കാരണം പല കാരണങ്ങൾ കൊണ്ട് ഈ കപ്പാസിറ്റീസ് അല്ലെങ്കിൽ ഫിനോമിന പ്രകടമാകാം. അതിൽ ഒന്ന് വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. വൈകാരിക തീവ്രതയുള്ള ഒരു പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ ESPയോ PKയോ വർക്ക് ചെയ്തെന്ന് വരാം. അതുകൊണ്ട് ഈ ഹിസ്റ്റീരിക്കൽ ആയിരിക്കാം, ഒരു ഡിസോഷിയേറ്റീവ് ഫിനോമിന ആയിരിക്കാം ഈ പൊസഷൻ. പക്ഷേ അവിടെ ചിലപ്പോൾ പാരാനോർമലായിട്ടുള്ള ചില കാര്യങ്ങൾ പ്രകടമായെന്ന് വരാം. അതുകൊണ്ട് അത് ഹിസ്റ്റീരിക് അല്ലാതെ ആകുന്നില്ല, പക്ഷേ അത് പാരാസൈക്കോളജിക്കലും കൂടെ ആയെന്ന് വരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. നോട്ടിഫിക്കേഷൻ ബൂസ്റ്റർ എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. നോട്ടിഫിക്കേഷൻസ് മിസ്സാകാതെ നോക്കുന്ന ആപ്ലിക്കേഷൻ ആണിത്. നോട്ടിഫിക്കേഷൻ ബൂസ്റ്ററിൽ നോട്ടിഫിക്കേഷൻ മിസ്സാകാതെ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്പുകൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ആപ്പുകളിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വൈബ്രേഷൻസ്, ബീപ്പ് സൗണ്ട്സ്, ടോർച്ച് ലൈറ്റ് ഫ്ലാഷിംഗ്, വേക്ക് സ്ക്രീൻ, അഡീഷണൽ നോട്ടിഫിക്കേഷൻസ് എന്നിവയിലൂടെ ആപ്പ് പ്രവർത്തിക്കുന്നു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണിത്. ദൈവമുണ്ടെങ്കിൽ പ്രേതവുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒട്ടനേകം ആൾക്കാർ ലോകത്തുണ്ട് എന്നുള്ളതാണ്. ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവും ഉണ്ട് എന്ന് വാദിക്കുന്നവർ. അങ്ങനെയെങ്കിൽ ഇവർ പറയുന്ന പോസിറ്റീവ് ദൈവവും നെഗറ്റീവ് പ്രേതാത്മാവും എന്നാണ് ഇതിന്റെ ഇതിവൃത്തം. മനുഷ്യന്റെ മനസ്സിന്റെ കൗതുകങ്ങൾക്ക് പുറകെ പോകാനുള്ള മനുഷ്യന്റെ മനസ്സിന്റെ അമിതമായ ആഗ്രഹം, അത്തരം കാരണങ്ങളാണ് അമാനുഷിക ചിന്തയുടെ പിന്നിലേക്ക് മനുഷ്യനെ ചിന്തിപ്പിക്കാനുള്ള പ്രധാന കാരണം. അതായത് മായാജാലം, അമാനുഷിക ശക്തി, ഇതെല്ലാം സത്യമാണോ എന്ന ചിന്തയൊക്കെ മനുഷ്യനിൽ കൗതുകം ഉണർത്തുന്നു. അങ്ങനെ അവന്റെ ചിന്തകൾ എപ്പോഴും ക്യൂരിയോസിറ്റിയുടെ പുറകെയായി മാറുന്നു. ആരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്ന ചിന്ത, ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്ന, വിഷമങ്ങളെല്ലാം മാറ്റുന്ന ദൈവത്തിന്റെ ശക്തി എന്ന ചിന്തകൾ മനുഷ്യനിൽ നിലനിൽക്കുന്നു. മരിച്ചുപോയവർ തിരിച്ചു വരുമെന്ന ചിന്ത, ചില ആത്മാക്കൾ ഗതികിട്ടാതെ അലയുമെന്ന ചിന്തകൾ, പ്രതികാരം ചെയ്യുന്ന പ്രേതങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള ചിന്തകളും മനുഷ്യനിലുണ്ട്. കഴിഞ്ഞ എന്റെ ഏർവാടി വിസിറ്റിലും അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോഴും അവർക്കും അതിതീവ്രമായ ദൈവവിശ്വാസം ഉണ്ട് എന്ന് മനസ്സിലാക്കി ഞാൻ. ഒരുപാട് പേര് പ്രേതത്തിനെയും കൂടോത്രത്തിനെയും ഒക്കെ വിശ്വസിക്കുന്നു. അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. ഉറഞ്ഞു തുള്ളി എണീക്കുമ്പോൾ ബാധാദോഷവും കൂടോത്രവും, അതായത് സിഹിറും എല്ലാം മാറി എന്നവർ വിശ്വസിക്കുന്നു. മാനസിക പ്രശ്നങ്ങളാണ് ഇവയെല്ലാം എന്ന് അവരോട് പറഞ്ഞാലും അവർ അത് ഉൾക്കൊള്ളുകയില്ല. ചോറ്റാനിക്കരയിൽ ആണി അടിച്ചാണ് പ്രേതത്തെ തളയ്ക്കുന്നത്. ബാധ ഒഴിപ്പിക്കാൻ പൂജ നാട്ടിൽ വെച്ച് നടത്തുന്നു. എന്നിട്ട് പാവയിൽ ബാധയെ ആവാഹിച്ച് ചോറ്റാനിക്കരയിലെ ആൽമരത്തിൽ തളയ്ക്കുന്നു. ഇങ്ങനെ ചെയ്താൽ ബാധാദോഷം എല്ലാം വിട്ടുമാറുമെന്നാണ് ചോറ്റാനിക്കരയിലെ പ്രധാന വിശ്വാസം. ആണി വലിച്ചൂരിയാൽ പ്രേതം കൂടുമോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ടാകും. വിശ്വാസിയാണ് ഊരുന്നതെങ്കിൽ അവർക്ക് ബാധ കൂടും. ഇല്ലാത്ത ബാധ അവരിൽ ആണി വലിച്ചൂരിയപ്പോൾ അവരുടെ ശരീരത്തിലേക്ക് കൂടിയെന്ന് അവർ സ്വയം ചിന്തിക്കും. അവിശ്വാസിയാണെങ്കിൽ പോലും മനസ്സിന്റെ ഒരു കോണിൽ ഇനി ബാധ ഉണ്ടെങ്കിലോ എന്നുള്ള ഒരു ചിന്തയും ഉണ്ടാകും.
അതെ, എല്ലാം മനസ്സിന്റെ കളികൾ തന്നെ. 100 വർഷത്തിൽ കൂടുതലായി ലോകമെമ്പാടും പാരാസൈക്കോളജി റിസർച്ചുകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു പാരാനോമൽ എൻറ്റിറ്റി ഉണ്ട് എന്ന് തെളിയിക്കാനുള്ള മതിയായ തെളിവുകളൊന്നും ഇതുവരെയും ഈ റിസർച്ചുകളിൽ നിന്ന് ലഭ്യമല്ല. ഇതെല്ലാം മാനസിക പ്രശ്നങ്ങൾ തന്നെയാണ് എന്നാണ് സൈക്കോളജി വിലയിരുത്തുന്നത്. എന്നിരുന്നാലും ഒന്നിനെയും തള്ളിക്കളയുന്നതിൽ അർത്ഥമില്ല. ചിലതൊന്നും തെളിയിക്കാൻ കഴിയാത്തവയാണ്. മനുഷ്യന്റെ അറിവിന് പരിധിക്കും അപ്പുറം ചിലതൊക്കെ ഉണ്ടെങ്കിലോ? സാർ, എനിക്ക് എല്ലാവരെയും പോലെ തന്നെയുള്ള ഡൗട്ടാണ്. അതായത് ഈ മനുഷ്യന്റെ മനസ്സെന്ന് പറയുമ്പോൾ നല്ല രീതിക്ക് ചിന്തിക്കുന്നതും അതുപോലെ തന്നെ ഒരുപാട് ഡൗട്ട് നിറഞ്ഞതുമാണ്. സോ അവർക്ക് ഈ പാരാസൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ വരുന്ന ഡൗട്ട് എന്ന് വെച്ചാൽ പ്രേതമുണ്ടോ, ആത്മാവുണ്ടോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? ഈ നമ്മളുടെ ദൈനംദിന അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ആത്യന്തികമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് പ്രശ്നം. അപ്പോൾ ഇതിപ്പോൾ ഒരു ഫോണാണ്. അപ്പോൾ ഈ ഫോണുണ്ടോ എന്ന് ചോദിച്ചാൽ ഫോണുണ്ടെന്ന് പറയാം. കാരണം നമുക്ക് കാണാൻ അതിന് ഭാരമുണ്ട്. അപ്പോൾ ആത്മാവുണ്ടോ പ്രേതമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അത് ഇതുപോലെ ഉണ്ടോ ഇല്ലയോ എന്ന് ഉത്തരം പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. മണിവീണയായി വീച്ചിയായി